അങ്ങോട്ട് തിരിക്കും. താങ്ക് യു. ആ എല്ലാം എടുത്തോളൂ. ഒരെണ്ണം എന്ത് അവിടെ പിടിച്ചോളോട് ക്യാമറയിൽ നോക്കും. ശരി. എന്നിട്ട് പിടിക്കും. ഇതൊന്നൊരു ഷാൾ ഒരു അമ്മയ്ക്ക്, ആ വയസ്സായ അമ്മയ്ക്ക് കേട്ടു. ശോഭമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. അമ്മ ആ രണ്ടമ്മമാരോട് വരാൻ പറയും. ഒരു ഷാൾ തരും ശേഷം. അമ്മ അവിടെ നിന്നോളൂ, അങ്ങോട്ട് വരണ്ടേ. ഒരു ഷാൾ കൊടുക്കും. ഇരുന്നോളൂ ഇരുന്നോളൂ ചേച്ചി, അവരവിടെ ഇരിച്ചേ. താങ്ക് യു. ഇതിനൊരു മൂടി ഒരു പൊടി താഴേക്ക് പോയി. ഇതിന്റെ അടിഭാഗം കാണാനില്ല. കിട്ടിയൂട്ടാ. ആ അപ്പൊ വേണ്ട. ഇവിടെ ആ ചേച്ചി എത്തിയാ. നമസ്തേ. നമസ്തേ. ചിരിക്കൂ. ആ എടുക്കണോ കുട്ടീനെ? കുട്ടി ഇവിടെ കയറിക്കോ. നീ മോപ്പിക്ക് വരൂ. അല്ലേ ആ ഒരു ഫോട്ടോ എടുക്കും. മക്കളുടെ കൂടെ ഒരു പടം. ആ ഇവിടെ കൂടിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള അമ്മമാരെ, സഹോദരന്മാരെ, വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താനല്ല വന്നത്. എല്ലാ വീടുകളിലും ഓടിയെത്തണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ഇതാണല്ലേ ഇവിടെ ശക്തി കേന്ദ്ര ഇൻചാർജ് സജിഷ അംബിക. അപ്പൊ ഇവിടെ നാരി ശക്തിയാണ് ഈ മേഖലനെ നയിക്കുന്നത്. അപ്പോ ശ്രീമതി അംബിക, അതുപോലെ തന്നെ ശ്രീമതി സജിഷ, രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ഇവിടെ പാർട്ടി ശക്തിയുക്തം പ്രവർത്തിച്ചു വരികയാണ്. അതുപോലെ തന്നെ സംഘത്തിന്റെ സമന്വയത്തിന്റെ ആളുകളുണ്ട് അല്ലെ. അപ്പോ ഈ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റി. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കാലത്തൊക്കെ കോൺഗ്രസ് പാർട്ടിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെ സഹകരിച്ചിരുന്ന പലരും നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഇത്തവണ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് തരും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടും നഗരവും ഒക്കെ മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം നിങ്ങളുടെ ശോഭയല്ല. അതിന്റെ കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഘടകം മാത്രമാണ് നമ്മുടെ പ്രസ്ഥാനം. ഒന്നാമതായിട്ട് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ശ്രീമാൻ നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ നാടിനെ വികസിപ്പിക്കാൻ, ഈ നാടിനെ മാറ്റാൻ, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വികസനം ഇവിടേക്ക് എത്തിക്കാൻ BJP നേതൃത്വം നൽകുന്ന ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം. അതിന് നിങ്ങൾ പാലക്കാടിലെ വോട്ടർമാരോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളത്. നമുക്ക് ഇവിടെ പ്രസംഗിച്ചു അല്ലെ, വേറെ ആള് മധു മാസ്റ്റർ ഇവിടെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഭാവിയുടെ ശുഭപ്രതീക്ഷകളാണ്.
അപ്പൊ ഇവർക്ക് നല്ല സ്കൂളുകൾ, നല്ല കോളേജുകൾ, അതുപോലെ തന്നെ നല്ല ജോലി സാധ്യത, കേരളം ഒരു സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങളാൽ മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുമ്പോൾ ആ മാറ്റത്തിൽ കേരള നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ശോഭയെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ശോഭ ജയിക്കണേ, ഞങ്ങളുടെ ശോഭ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ പ്രവർത്തകന്മാരുടെ പ്രവൃത്തിയും ചേരുമ്പോൾ, പ്രാർത്ഥന പ്ലസ് പ്രവർത്തനം രണ്ടും ചേരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കും. അതിന് ഓരോരുത്തരും തലയിൽ കൈവച്ച് അനുഗ്രഹം തരണം എന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. അടുത്ത സ്ഥലത്തെല്ലാം തന്നെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. അപ്പൊ അവിടേക്ക് പോകാൻ അനുവാദം തരണം. ഇലക്ഷന് ശേഷം 9-ാം തീയതി പോളിംഗ് കഴിയും. 10-ാം തീയതിക്ക് ശേഷം ഏത് നിമിഷം വിളിച്ചാലും ഞങ്ങളുടെ ടീം ഇവിടെ എത്തും. നമുക്ക് ഇവിടെ ഒരുമിച്ചിരിക്കാം, കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിനും ശോഭമ്മ എന്ന് വിളിച്ചതിനും ഒക്കെ വളരെ വളരെ നന്ദി. നമസ്കാരം. വന്ദേ മാതരം. വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നിങ്ങൾ ഒരുപാട് സമയമായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് എന്താണ് നമ്മൾ പാലക്കാടിനോട് പറയാനുള്ളത് എന്നതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ നേരത്തെ സംസാരിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. വൈകാൻ കാരണം നമ്മൾ തീരുമാനിച്ച പ്രചരണ പരിപാടികൾ നിയോജകമണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തണമെങ്കിൽ നമുക്ക് അത്രയും മണിക്കൂറുകൾ വേണം. പക്ഷേ ഒരു പരിപാടി നമ്മൾ തീരുമാനിച്ചു വരുമ്പോഴേക്കും അഖിലേന്ത്യാ തലത്തിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് നമുക്കൊരു കോള് വരും. എന്താണ്? പാലക്കാട്ടേക്ക് നമ്മുടെ ആരാധനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ദാ വരുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ നമ്മൾ എല്ലാവരും പോകും. അപ്പൊ നിശ്ചയിച്ച കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ മുടങ്ങും, അല്ലെ? അത് കഴിയുമ്പോൾ നമ്മൾ വേറെ ദിവസം പ്രോഗ്രാം വെക്കും. അപ്പോഴേക്കും അടുത്തയാളുടെ കോൾ വരും. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി വരുന്നുണ്ട്, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പമാണ് നമ്മൾ പോയത്. ഇന്നലെ ഉച്ചയ്ക്ക് ഗോവയുടെ മുഖ്യമന്ത്രി ശ്രീമാൻ സാവന്ത്, പ്രമോദ് സാവന്ത്, അദ്ദേഹം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നില്ല, കാരണം ഗോവയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പകരം എന്റെ ഭാര്യയെ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ വിടുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ 1 മണിക്കൂർ സമയം ശ്രീമതി സുലക്ഷണയുടെ കൂടെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. അത് കഴിഞ്ഞിതാ വീണ്ടും നാളെ 5-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ വന്നു. അദ്ദേഹം രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം പാലക്കാട് ഉണ്ടായിരുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾ എല്ലാവരും വരണം. നമ്മുടെ വേറൊരു അതിഥി വരികയാണ്. കണ്ണാടിയിലെ, മാത്തൂരിലെ, പിരായിരിയിലെ കർഷകരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ ഞാനുണ്ട് പാലക്കാടിന്റെ കൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാർഷിക വകുപ്പിന്റെ മന്ത്രി ശ്രീമാൻ ശിവരാജ് സിംഗ് സംബോധന ചെയ്യും. അദ്ദേഹം ചോദിക്കും, കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന സോയിൽ ഹെൽത്ത് കാർഡ് അത് എത്രമാത്രം നമ്മൾക്ക് കിട്ടി? അദ്ദേഹം ചോദിക്കും, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അദ്ദേഹം ചോദിക്കും, എന്തുകൊണ്ടാണ് വിലക്കയറ്റം ഉണ്ടാകുന്ന കേരളത്തിൽ ആന്ധ്രയിൽ പോയി അരി വാങ്ങുമ്പോൾ നിങ്ങൾ കേരളത്തിലെ പാലക്കാടിലെ കർഷകർക്ക് നെല്ല് വാങ്ങി ഉടൻ പണം കൊടുക്കാത്തത്? ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ശോഭ MLA ആയിട്ട് മത്സരിക്കുന്നത് ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 2 അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്ത് വന്നു. 2 കഴിഞ്ഞാൽ 3-ൽ ഉറയ്ക്കും എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2-ൽ നിന്ന് നമ്മൾ 1-ലേക്ക് എത്തണം. അത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. അതിനെന്റെ സഹപ്രവർത്തകന്മാരെല്ലാവരും പൊരിവേലും സഹിച്ച് പ്രവർത്തിക്കുകയാണ്, നിരന്തരം പ്രവർത്തിക്കുകയാണ്. എനിക്ക് എന്റെ അമ്മമാരോടുള്ള അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ഇനി പറയണം, ഞങ്ങളുടെ ശോഭ ജയിക്കണേ, ഞങ്ങളുടെ ശോഭ ജയിക്കണേ, ഞങ്ങളുടെ ശോഭ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ആ പ്രാർത്ഥനയും എന്റെ സഹോദരന്മാരുടെ പ്രവൃത്തിയും ചേരുമ്പോൾ തീർച്ചയായിട്ടും
ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കും. 5 കോടിയുടെ വികസന പ്രവർത്തനത്തിനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100 ദിവസം കൊണ്ട് 700 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ പാലക്കാട് ഉണ്ടാകും ജനങ്ങളുടെ മുന്നിൽ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരു വരവ് കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് പെട്ടിപ്പൊളിച്ച് നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ എന്നുള്ള ചോദ്യമില്ല. നിങ്ങളാണ് എന്റെ അഗ്രേസരന്മാർ. കിട്ടുമ്പോൾ എന്തുണ്ടാവും? ഇപ്പൊ ഇന്നലെ വിജീഷിന് പരിപാടിയിൽ ഓടി വിജീഷ് മടുത്തു. കാരണം എന്താ? അത്രയധികം പരിപാടികളാണ്. ഇന്നലെ 1000 പേരുടെ ഒരു പ്രോഗ്രാമിലാണ് കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ അധ്യക്ഷനും ഒക്കെ കൂടി റോഡിലൂടെ നടന്നത്, അല്ലെ? അത് കഴിഞ്ഞു മാത്തൂരിൽ വലിയൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. ആ പരിപാടിയിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി. 1000-ലധികം വരുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇവിടെ നല്ല കോളേജുകൾ, നല്ല ജോലി സാധ്യതയുള്ള സെന്ററുകൾ, IT-യുടെ ഹബ്ബ്, സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് പാലക്കാട് മാറാത്തത് ഇനി മാറും എന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞത്. അപ്പൊ മാറാത്തത് മാറ്റാൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഈ വേളയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നാൽ അടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ അമ്മമാരും സഹോദരന്മാരും കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ ഗ്രൗണ്ടിൽ തന്നെ എന്നെ വിളിക്കാം. പല അമ്മമാരും, എനിക്കറിയാം, നിങ്ങളൊക്കെ നീറുന്ന മനസ്സുമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നവരുണ്ട്. ശോഭയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പരാതികൾ നൽകണം എന്ന ആഗ്രഹമുള്ളവരുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരുടെ അരികിലേക്കും ഞാൻ വരും. നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം അങ്ങനെ ഇവിടെ ഒരുമിച്ചിരിക്കാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് കേരളത്തിലെ നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു MLA ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് എന്നെ കണ്ടതിനും ഷാളിട്ട് സ്വീകരിച്ചതിനും എന്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും ശക്തിയുക്തം പ്രവർത്തിക്കുന്നതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് എന്നെ പോകാൻ അനുവദിക്കണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. എല്ലാവരും ഇങ്ങനെ തന്നെ ഇരിക്കണം. എനിക്കിവിടെ നിന്നിട്ട് ഫോട്ടോ ക്യാമറ